O2 മോളിക്യൂളിൻ്റെ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരക്കും എന്നുള്ളതാണ് പെട്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പറയുന്നത് ഒരു ഓക്സിജൻ മോളിക്യൂളിൽ 16 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഇത് 2 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്താണ് മോളിക്യൂൾ ഉണ്ടാവുക. ഇതൊന്നും നമ്മൾ എഴുതണമെന്നില്ല. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ ഓക്സിജൻ 1ഉം ഓക്സിജൻ 2ഉം അതാണ് 1, 2 എന്നിട്ടത്. ഓരോ ഓക്സിജൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p4 ആണ്. അങ്ങനെ 1ഉം 2ഉം ഒന്നിച്ചപ്പോൾ എന്തായി O2 മോളിക്യൂളായി. അപ്പോൾ O2 മോളിക്യൂളാകുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ്. മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിന് സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, പിന്നെ സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പിന്നെ സിഗ്മ 2pz ഉണ്ടല്ലോ 2, പിന്നെയാണ് പൈ 2px2, പൈ 2py2, പിന്നെ ആൻറ്റിബോഡി പൈ സ്റ്റാർ 2px1, പൈ സ്റ്റാർ 2py1, സിഗ്മ സ്റ്റാർ 2pz 0. നിങ്ങൾ ഇതാ അറിയണോണ്ട് അതിൽ കൂടുതൽ ഞാൻ പറയില്ല. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വരക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരക്കുമ്പോൾ നമ്മൾ 2 സൈഡിലും ഞാൻ ഫസ്റ്റ് തെറ്റ് താഴെയുള്ള വരക്കുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ, 2 സൈഡിലും അറ്റോമിക് ഓർബിറ്റലിലും നടുവിലായിട്ട് എന്തും കാണിക്കും, മോളിക്കുലർ ഓർബിറ്റലും കാണിക്കും. അപ്പോൾ ഞാൻ ഈ വരച്ച ചിത്രത്തിൽ ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ അറ്റോമിക് ഓർബിറ്റലാണ് 1s. ഇവിടെയാണ് നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ കാണിക്കുക സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s. ഇനി അടുത്തതിൻ്റെ മുകളിൽ അടുത്ത വരക്കും, പെട്ടെന്ന് വരക്കണ്ടേ. ഇത് പോലെ തന്നെ നമ്മൾ വരക്കും മുകളിൽ. ഇതിൽ ഒന്ന് സിഗ്മ 2sഉം പിന്നെ സിഗ്മ സ്റ്റാർ 2sഉം ആയിരിക്കും. സൈഡിൽ നമ്മൾ ആറ്റോമിക് ഓർബിറ്റൽ കാണിക്കും. ഇനി അടുത്തത് അതിൻ്റെ മുകളിൽ നമ്മൾ പി ഓർബിറ്റലാണ് വരക്കുന്നത്, അതുകൊണ്ട് 3 എണ്ണം വരും. ഇതേപോലെ ഞാൻ വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, നോക്കൂ. ഇവിടെ ഞാൻ താഴോട്ട് എന്ത് ചെയ്യും, ഒന്ന് താഴോട്ടായിട്ട് സിഗ്മ 2pz ഇടും. ഇനി വേറെ 2 ഉള്ളത്, അതാണ് പൈ 2pxഉം പൈ 2pyയും. 2 സൈഡിൽ അറ്റോമിക് ഓർബിറ്റൽ കൊടുക്കും. ഇനി ഇവിടെ നോക്കൂട്ടോ, ഇവിടെ ഞാൻ കൊടുക്കണം, നോക്കൂ, സ്റ്റാറുകളാണ്. ഇതുപോലെ ഇവിടെ ഡയഗ്രാം ജസ്റ്റ് നോക്കൂ, സിഗ്മ 2pz. ഇനി ഇവിടെ എന്താ പൈ 2px, പൈ 2py. ഇനി ഇതിന് മുകളിൽ എനർജി കൂടിയതാണെന്ത് പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py. ഇത് സിഗ്മ സ്റ്റാർ 2pz. അപ്പോൾ ഞാൻ ആറ്റോമിക് ഓർബിറ്റൽ ഇലക്ട്രോണിക് സൈഡിൽ കൊടുക്കും. ഇതാണ് 2 സൈഡിലും 2 എണ്ണത്തിൻ്റെതും. അപ്പോൾ ഇതിൽ നോക്കണം 1s2, പിന്നെ 2s2, പിന്നെ 2p4, 1, 2, 3, 4. ഒരു ഓക്സിജൻ അടുത്ത സൈഡിൽ ഓക്സിജൻ 2. ഇതും ഇതേപോലെ 1s2, 2s2, 2p4. ഇനി നമ്മൾ ഇത് മോളിക്കുലർ ഓർബിറ്റൽ കൊടുക്കുമ്പോൾ നമുക്ക് സിഗ്മ 1s 2 സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഇനി സിഗ്മ 2pz ആണല്ലോ അടുത്ത വരിക അല്ലേ, ഇവിടെ കണ്ടല്ലോ അടുത്തത്. അത് ഓക്സിജൻ ആകുമ്പോഴുള്ള ഓർഡറാണ് കേട്ടോ, അത് നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ പൈ 2px അതിലും 2, പൈ 2py 2 ഇലക്ട്രോൺ. പിന്നെയുള്ള ഓരോന്നിലും ഓരോ ഇലക്ട്രോണാണ്. ഏതൊക്കെയാണത് പൈ സ്റ്റാർ 2px1ഉം പൈ സ്റ്റാർ 2py1ഉം. ഏതിൽ സിഗ്മ 2pz ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഇത്ര വരച്ചാൽ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഡയഗ്രാമായി. ഡ്രോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചാൽ മതി. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഓക്സിജൻ അല്ലാതെ നൈട്രജൻ വരെ N2 വരെ 14 ഇലക്ട്രോൺ ആകുമ്പോൾ 14 ഇലക്ട്രോൺ ആകുമ്പോൾ നമ്മുടെ ഓർഡറിലും ചെറിയ മാറ്റമുള്ളത് ഇവിടെയാണ്. ഇവിടെ മാറലെങ്ങനെ താഴെയാണ് എന്ത് വരിക, പൈ 2pxഉം പൈ 2pyയും വരിക. അതിൻ്റെ മുകളിലാണ് ഇത് വരിക സിഗ്മ 2pz വരിക. വേറെ മാറ്റമൊന്നും അതിലില്ല.